ജനിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ ശവം പോലും ഞങ്ങൾക്ക് കാണണ്ട. ഇത് പറഞ്ഞത് ഉഷാ ഹസീനയാണ്. ആർക്കെതിരെ എന്നറിയില്ലേ? ലക്ഷ്മിപ്രിയക്കെതിരെ. എന്താണ് ലക്ഷ്മിപ്രിയ ചെയ്ത തെറ്റ്? ലക്ഷ്മിപ്രിയ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പരസ്യമായി വ്യക്തമാക്കി എന്നുള്ളതാണ്. ലക്ഷ്മിപ്രിയ പറഞ്ഞു, എൻ്റെ ശവം പോലും ആരും കാണാൻ വരരുത് എന്ന് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും പറഞ്ഞു. ആ പോസ്റ്റിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. അതിന് മറുപടി ആയിട്ടാണ് ഉഷാ ഹസീന പറഞ്ഞത്, ജനിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ ശവം ഞങ്ങൾക്ക് കാണേണ്ട എന്ന്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒളിച്ചിരിക്കുന്നത്? കൃത്യമായിട്ട് ഒരു സാധാരണഗതിയിൽ ഇത്തരം ഡയലോഗുകളൊക്കെ പറയുന്ന ആരെന്നറിയാമോ? നമുക്കറിയാമല്ലോ, ചില മതപണ്ഡിതന്മാർക്കൊക്കെ ഹാലിളകുമ്പോഴാണ്, ജിഹാദിൻ്റെ കുരു പൊട്ടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളൊക്കെ വരുന്നത്. ഖുറാനെ തള്ളിപ്പറഞ്ഞവനെ കൊല്ലണം, ഖുറാനെ ഉപേക്ഷിച്ചവനെ ഇല്ലെങ്കിൽ മതം വിട്ടവനെ കൊല്ലണമെന്ന് ഒക്കെയുള്ള ചില മതശാസനങ്ങൾ ജിഹാദികളാണ് പലപ്പോഴും പറയാറുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കാശ്മീരിൽ പണ്ട് ഉയർന്ന മുദ്രാവാക്യം റലീവ് ഗലീവ് ചലീവ്, ഒന്നുകിൽ നാട് വിടുക, ഇല്ലെങ്കിൽ മതം മാറുക, ഇല്ലെങ്കിൽ കൊല്ലപ്പെടുക. അതേ ശാസനത്തിൻ്റെ അതേ ഈ പറയുന്ന മതശാസനമുണ്ടല്ലോ, അതിൻ്റെ രൂപത്തിൽ വരുന്ന രീതിയിലാണ് ഉഷാ ഹസീന പറഞ്ഞിരിക്കുന്നത്. ഉഷാ ഹസീന എന്താണ് പറയുന്നത്? ജനിച്ച മതത്തെയും ഖുറാനെയും. ഇവിടെ മതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അമ്മയിൽ നടന്ന ഒരു പ്രശ്നം, അമ്മയിലെ ആഭ്യന്തര പ്രശ്നം, അതിനകത്തുണ്ടായിട്ടുള്ള കണക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതിലേക്ക് ആദ്യമായിട്ട് രാഷ്ട്രീയം വലിച്ചിട്ട് ബാബുരാജാണ്. ബാബുരാജിന് മറ്റെന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാബുരാജ് കൃത്യമായിട്ട് ഒരു ആരോപണം അതിനകത്ത് ഉന്നയിക്കുന്നത്. അത് കൈകാര്യം ചെയ്യേണ്ടവർ കൈകാര്യം ചെയ്തോളും. ബാബുരാജ് ആ പറഞ്ഞതിൽ വലിച്ചിട്ട ഒരു പേര് അമിത്ഷായുടേതാണ്. ബാബുരാജ് പറഞ്ഞിരിക്കുന്നത് അമിത്ഷായിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് ശ്വേതാ മേനോനെ പറ്റിയിട്ട് ബാബുരാജ് പറഞ്ഞിരിക്കുന്നത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കുമ്പോൾ ബാബുരാജെ, നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണമായിരുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ. അതുപോലെയാണ്, അതേ രീതിയിൽ അതവിടെ നിൽക്കട്ടെ, അവിടെ സംഘപരിവാറിനെയാണല്ലോ ലക്ഷ്യം വെച്ചത്. അവിടെ മോഹൻലാൽ കാണിച്ച മൗനമുണ്ടല്ലോ, അതാണ് ഏറ്റവും അപകടം. ബാബുരാജ് ഇത് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന മോഹൻലാൽ ജനറൽ ബോഡി പറയട്ടെ, ഞാനപ്പോൾ മറുപടി പറയാം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഉദാസീനമായിട്ടുള്ള ആ നിലപാടുണ്ടല്ലോ, അതിനെ തടുക്കാത്ത മൗനമുണ്ടല്ലോ, അതിന് പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. അത് ബാബുരാജിനെ ടൂളാക്കി മോഹൻലാൽ ചെയ്യിച്ചതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മോഹൻലാൽ ഈ പറയുന്ന തൻ്റെ രാഷ്ട്രീയ നിലപാട് എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അത് വ്യക്തമാക്കണമെന്ന് നമ്മൾ പറയുന്നുമില്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ഇഷ്ടം. പക്ഷേ ലൂസിഫറിലെടുത്ത നിലപാടുകൾ ഒരിക്കലും മലയാളിക്ക്, ഒരിക്കലും ഈ പറയുന്ന സനാതന ധർമ്മവിശ്വാസിക്ക് മറക്കാൻ കഴിയുന്നതല്ല. അതും പുറത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ബാബുരാജിനെ പോലുള്ളവർ സംഘപരിവാറിനെതിരെ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് മോഹൻലാലിനെ പോലെയുള്ള മുതിർന്ന നടന്മാരാണ്. മോഹൻലാൽ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ളത്. അവിടെ ബാബുരാജ് പറഞ്ഞത് സംഘപരിവാറിനെ ആണെങ്കിൽ, നേരെ ഉഷാ ഹസീന പറയുന്നത് ആരെയാണ്? അത് മതസ്വഭാവത്തിൽ മതത്തിനെയാണ് പറയുന്നത്. ഇസ്ലാം വിട്ടവൻ കൊല്ലപ്പെടണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ നീതിയുണ്ടല്ലോ, മതനീതി, ഇല്ലെങ്കിൽ അവൻ ആക്രമിക്കണമെന്ന്, അവൻ്റെ മൃതദേഹത്തെ പോലും അവജ്ഞയോടെ കാണണമെന്ന്, അതിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഉദ്ഘോഷിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവത്തിന് ബാബുരാജിൽ നിന്ന് കുറച്ചുകൂടി വളർന്ന ഒരു ജിഹാദിൻ്റെ നിറവും സ്വഭാവവും രൂപവുമുണ്ട്. ആ തികഞ്ഞ വർഗീയതയെ എതിർത്തേ മതിയാവൂ. അത് എങ്ങനെയും എതിർക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം ഒരു മതേതര ജനാധിപത്യ വിശ്വാസിയുടെ ഒരു യഥാർത്ഥ ഇന്ത്യൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അത്തരത്തിലാണ് ഉഷാ ഹസീന അവിടെ പ്രതികരിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? ആരോ പറഞ്ഞു കൊടുത്തു ചെവിയിൽ വന്ന്, അയ്യോ നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ ജനാധിപത്യം, സ്വാതന്ത്ര്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് അടിയിൽ കൂടിയാണ് വർഗീയത പറയേണ്ടത്. ഡയറക്റ്റ് വർഗീയത പറഞ്ഞാൽ നമ്മൾ വെളിച്ചത്താകും, ആൾക്കാർ കാണും. അതുകൊണ്ട് ഉഷാ ഹസീനെ ഒന്ന് തിരുത്തൂ എന്ന് പറഞ്ഞു ആരോ. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ ഉഷാ ഹസീന ആ പോസ്റ്റ് തിരുത്തുന്നു. വർഗീയ വിഷം തുപ്പുന്ന നിങ്ങളുടെ ശവം ഞങ്ങൾക്ക് കാണേണ്ട എന്നാക്കുന്നു. ആരാണ് ഇവിടെ വർഗീയത കൊണ്ടുവന്നത്? ഉഷാ ഹസീനയല്ലേ? ഒരു മടിയും കൂടാതെ മതത്തെ വലിച്ചിട്ടത്. ഒരു സ്ത്രീ അവരുടെ ഇഷ്ടപ്രകാരം അവരവരുടെ ഒരു മതം സ്വീകരിക്കുന്നു. ആ മതം സ്വീകരിച്ച് അവരവരുടെ പേരൊക്കെ മാറ്റി അവരുടെ ഇഷ്ടത്തിൽ അവർ ജീവിക്കുമ്പോൾ, യാതൊരു ഉപദ്രവവും ആർക്കും ചെയ്യാതെ അവർ ജീവിക്കുമ്പോൾ അവരെ ആക്രമിക്കുന്നു. മതത്തിൻ്റെ പേരിൽ നീ മതം വിട്ടവളാണ്, ഇവൾ മതം വിട്ടവളാണ് എന്ന് ഓരോ തവണയും ചുറ്റുമുള്ളവരെ ഓർമ്മിപ്പിക്കുന്ന ആ രാഷ്ട്രീയമുണ്ടല്ലോ, ആ മതത്തിൻ്റെ സ്വഭാവമുണ്ടല്ലോ, അതിനൊരു ഭീകരതയുടെ മുഖമുണ്ട് എന്നുള്ളതാണ്. ലക്ഷ്മിപ്രിയ മതം മാറിയിട്ട്, ഇല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള വിശ്വാസധാരയിലേക്ക് വന്നിട്ട്
അവർ എവിടെയും ബോംബ് വെച്ചില്ല, കാർ ബോംബുമായിട്ട് പോയില്ല, മനുഷ്യ ബോംബായില്ല, ആട് മേയ്ക്കാൻ പോയില്ല, അഫ്ഗാനിസ്ഥാനിൽ പോയില്ല, സിറിയയിൽ പോയില്ല. എന്താണ് അവർ ചെയ്തത്? അവരവരുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോയി. ആരെയുമെങ്കിലും അവർ ഉപദ്രവിക്കുന്ന കേട്ടോ? അവർ എപ്പോഴെങ്കിലും മതത്തിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞ് ആരെയെങ്കിലും ആക്രമിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. അവരവരുടെ വിശ്വാസം, അവരുടെ ഇഷ്ടം, അവരുടെ അഭിനയം, അവരുടെ സംഘടനാ പ്രവർത്തനം, അതിൽ മുന്നോട്ട് പോയി. എന്നിട്ട് ഈ വട്ടം കൂടി ശ്വേതാമേനോനെയും ലക്ഷ്മിപ്രിയയെയും ആക്രമിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളില്ലേ? കഴിഞ്ഞ 10 മാസം അമ്മയുടെ ഭരണസമിതിയുടെ അധികാര തലപ്പത്ത് ഈ ശ്വേതാമേനോനും ലക്ഷ്മിപ്രിയയും അടക്കമുള്ളവരിരുന്നപ്പോൾ അമ്മയിലേക്ക് വന്നത് ഇത്രയും നാളത്തെ ഏറ്റവും നല്ല വരുമാനമാണ്. ഇല്ലെങ്കിൽ എന്താണ്, ആ സംഭാവനകളാണ് എത്തിയത്. ഒരു കുറവും ആ സംഘടനയ്ക്കുള്ളിൽ അവർ വരുത്തിയിട്ടില്ല. ഒരു ആരോപണം, ഇവിടെ എന്താ ആരോപണം വന്നത്? ആരോപണം വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊമ്പന്മാരായിട്ടുള്ള മഹാനടന്മാരൊക്കെ മൂക്കും കുത്തി തറയിൽ വീണില്ലേ? അവർക്ക് രാജിവെച്ച് ഇറങ്ങി ഓടേണ്ടി വന്നില്ലേ? മൗനം പാലിച്ച് പിന്നീട് വന്ന് കമ്മിറ്റിയിൽ ബഹളം നടക്കുമ്പോൾ ഇരിക്കേണ്ടി വന്നില്ലേ പലർക്കും? അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൗനം പാലിച്ചിരിക്കുന്നവരുടെ പോലെയല്ല ശ്വേതാമേനോനും ലക്ഷ്മിപ്രിയയൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടോടുകൂടി ശരിയായ വീക്ഷണത്തോടുകൂടി ഒരു സംഘടനയെ മുന്നോട്ട് നയിച്ചപ്പോൾ ചിലർക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അവിടെ ആരൊക്കെ ഒന്നിച്ചു? അവിടെ BJP വിരുദ്ധത പ്രസംഗിക്കാൻ ഒരാളുണ്ടായി, അവിടെ ഇതാ മതം വിളിച്ചു പറയാൻ ഒരാളുണ്ടായി, അവിടെ ഈ പറയുന്ന അഴിമതി ആരോപണം എന്ന് പറയാൻ ഒരു അടിസ്ഥാനവുമില്ലാതെ അമിത്ഷായുടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പേര് പോലും വലിച്ചിഴയ്ക്കാനായിട്ട് ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത്? ഇത് ഒരു ശരിയായ സമീപനമല്ല. ഇതിന് പിന്നിൽ അപ്പോൾ കൃത്യമായ അജണ്ടകളോടുകൂടി പലരും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമ്മയുടെ പ്രവർത്തനത്തെ ശരിയായ രീതിയിൽ സഞ്ജീവനി മുടക്കിയില്ല, ചികിത്സാ പദ്ധതികൾ മുടക്കിയില്ല, ഒന്നും മുടക്കിയിട്ടില്ല. കൃത്യമായി ആ പരിപാടികളെല്ലാം തന്നെ അമ്മ വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാമേനോനും അടക്കമുള്ളവർക്ക് കഴിഞ്ഞു. അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നേതൃത്വത്തിനെ, ഇല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഈ സംഘടനയുടെ നേതൃത്വം ചിന്ന ഭിന്നമാകണം, ഇത് തല്ലിപ്പിരിയണമെന്ന് ആരൊക്കെയോ ലക്ഷ്യം കണ്ടു. അവർ വിജയിച്ചു. അതുകൊണ്ടാണ് ഒരടിസ്ഥാനവുമില്ലാത്ത രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ അടക്കം ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനും രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിനെ വലിച്ചിഴയ്ക്കാനും മതം തിരികെ കയറ്റി വിഷലിപ്തമാക്കി അവിടെ വെടിമരുന്ന് നിറച്ച് കത്തിക്കാനും ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ ചിലർ ശ്രമിക്കുന്നത് നിസ്സാരമല്ല, അത് നിഷ്കളങ്കമല്ല, അതിന് പിന്നിൽ വമ്പൻ ഗൂഢോദ്ദേശമുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗൂഢക്രിയകളെയൊക്കെ അന്വേഷിക്കേണ്ടത് ഈ പറയുന്ന ഭീകരവിരുദ്ധ സ്ക്വാഡുകളാണ്. അവരാണ് വരേണ്ടത്. ഇവരുടെ ഉള്ളിൽ എന്താണ്, ഇവർ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു, ഇവരുടെ ഇടപാടുകൾ എന്താണ്, ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്, ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ സമാധാനത്തിനെ ഇല്ലെങ്കിൽ മതസാമുദായിക ഐക്യത്തിൻ്റെ അന്തരീക്ഷത്തിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താൻ ഇവർക്ക് ആരാണ് ഫണ്ട് ചെയ്യുന്നത്? ഇവരുടെ പിൻബലമാരാണ്? അപ്പോൾ ഈ ശക്തികളെ പറ്റിയിട്ട് വ്യക്തമായി അന്വേഷിക്കണം. ഇവിടുത്തെ എല്ലാ മതസംഘടനകളും ഇതിനെ പറ്റിയിട്ട് ജാഗ്രത പാലിക്കണം. ഇവർക്കൊക്കെ എന്തോ ഗൂഢോദ്ദേശമുണ്ട്. ഇവിടുത്തെ മനുഷ്യർ സമാധാനമായി ജീവിക്കുന്നവർ, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള മതത്തിൽ സ്വീകരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അതിനിടയ്ക്ക് ഒരു കലാപത്തിൻ്റെ വെടിമരുന്ന് വാരി ഇടാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവർക്കൊക്കെ എതിരെ കൃത്യമായ നിയമ നടപടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, പോലീസ് അടക്കം, ഇനി ഇവിടുത്തെ പോലീസിന് മടിയാണെങ്കിൽ അത് കേന്ദ്ര സേനകളെങ്കിലും നടത്തേണ്ടതാണ്. കേന്ദ്ര സർക്കാർ അധികം വൈകാതെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടതുണ്ട്. കാരണം ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരാളെ പറ്റി പറയുകയാണ്, ജനിച്ച മതവും ഖുറാനും തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ ശവം പോലും കാണണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന അവകാശമുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള മതത്തിൽ അവർക്ക് വിശ്വസിക്കാം. ഇവിടെ ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയതല്ല. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ആൾക്കാർ ഈ പറയുന്ന പല രീതിയിലും പല ഓഫറുകളും കൊടുത്ത് ഇല്ലെങ്കിൽ പ്രണയ കുരുക്കുകളിലാക്കി മതം മാറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിൻ്റെ തുറന്നു പറച്ചിലുകൾ ഇവിടെ വന്നതാണ്. അത് വന്നതിന് ശേഷം ഉണ്ടായിട്ടും
എന്നിട്ട് പോലും അവർ ഇഷ്ടപ്രകാരമാണ് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന ജനാധിപത്യ സംസ്കാരത്തിന് വിരുദ്ധമായിട്ട് മതം മാറിയവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ശരിയായ രീതിയല്ല. അത് കലാപാഹ്വാനത്തിന് തുല്യമാണ്. ഇതിനെതിരെ ശരിയായ നടപടി വേണം. ഉഷാ ഹസീന ചെയ്തിരിക്കുന്നത് അക്ഷന്തവ്യമായ കുറ്റമാണ്. അതിന് മൗനം പാലിച്ചൊപ്പം നിന്ന ഏത് മഹാനടനും അതേ പാതകം ചെയ്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടിയെ, ഈ ഭാരതം ഭരിക്കുന്ന പാർട്ടിയെ തള്ളിപ്പറയുന്നവർ, ഇല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, കേന്ദ്രത്തിൻ്റെ മന്ത്രിമാരെ അടക്കം അതിലേക്ക് വലിച്ചയക്കുന്നവർ, ഗുരുതരമായ ഈ പറയുന്ന അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരടക്കം അന്വേഷണ പരിധിയിലേക്ക് വരണം. ഇത് നിസാരമല്ല, നിഷ്കളങ്കമല്ല. ഈ പറയുന്ന ഉഷാ ഹസീനയുടെ രണ്ടാമത്തെ വാചകമാണ് ഇവിടെ എല്ലാവരും എടുത്ത് വാർത്തയാക്കിയത്. ഇവിടുത്തെ മാപ്രകൾക്ക് ഇത്തരം വർഗീയത ഇവർ തുപ്പിയാലല്ലേ കുഴപ്പമില്ലാതെ ഉള്ളൂ. അതൊക്കെ പൊറുക്കും. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ആരെങ്കിലുമാണ് എന്തെങ്കിലും സ്വന്തം സനാതന ധർമ്മത്തിൻ്റെ അവകാശത്തിന് വേണ്ടി പറഞ്ഞെങ്കിൽ ഉടനെ കൊടുവാളുമെടുത്ത് ഇറങ്ങിയേനെ. അപ്പോൾ ഇവിടെ അതല്ല, ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. അതിനെ സംരക്ഷിക്കാനായി സിനിമാ മേഖലയിലെ ഉന്നതരുണ്ട്, മാധ്യമ മേഖലയിലെ ചിലരുണ്ട്. ഇതിനെയൊക്കെ തന്നെ ജാഗ്രതയോടുകൂടി തന്നെ കാണേണ്ടതാണ്.